എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, വന്ന് അവൻ കിടന്ന സ്ഥലം കാണുവിൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറയുവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുവിൻ. യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് ലോക ചരിത്രത്തിൻ്റെ ഉൽപ്പത്തി മുതൽ നോക്കിയാൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തതുപോലെ മറ്റൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്രിസ്തു ഉയർന്നിട്ടില്ലെങ്കിൽ ക്രിസ്തു മതമോ ക്രിസ്ത്യാനികളോ ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയോ മനുഷ്യന് കൈവരികയില്ലായിരുന്നു. ലോക ചരിത്രം മുഴുവനും യേശുവിനെക്കുറിച്ച് ഉള്ള പ്രവചനങ്ങളും അതുപോലെ തന്നെ ചരിത്രവും മാറ്റി എഴുതേണ്ടി വരുമായിരുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് മൂലം താൻ ദൈവപുത്രനായിരുന്നു എന്നതിൻ്റെ അന്തിമവും വ്യക്തവുമായ തെളിവ് യേശു കർത്താവ് തൻ്റെ ഉയർപ്പിൽ കൂടി നൽകുകയായിരുന്നു. ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്നു മാനവരാശിയുടെ അവസാന ശത്രുവായ മരണത്തെ അതിജീവിച്ച് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിത്തുറന്നിരിക്കുന്നു. യേശു ഉയർത്തിട്ടില്ലെന്നും യേശുവിൻ്റെ ശിഷ്യന്മാർ ഉണ്ടാക്കിയ കള്ളക്കഥയാണ് അതെന്നും നിരീശ്വരവാദികളും അതുപോലെ തന്നെ ചില മറ്റു മതസ്ഥരും പറയുന്നുണ്ട്. എന്നിരുന്നാലും അവർക്ക് തെറ്റുപറ്റിപ്പോയി. മറ്റൊന്നുമല്ല, യേശുവിൻ്റെ ഉയർപ്പ് ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നിരുന്നു. നമുക്ക് ഇത് എങ്ങനെ അറിയുവാൻ കഴിയും? ഒന്നാമതായി, ശൂന്യമായി കിടന്ന കല്ലറ. ആരും ഇതുവരെയും അതിനെക്കുറിച്ച് നിശേഷിച്ചിട്ടില്ല. യേശു ഉയർത്തിട്ടില്ലെങ്കിൽ അവൻ്റെ ശരീരം എവിടെ പോയി? റോമാ പട്ടാളം കല്ലറയ്ക്ക് കാവൽ നിന്നിരുന്നു. റോമൻ കൈസറുടെ മുദ്രയുണ്ടായിരുന്നു. യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാർ കൊണ്ടുപോയി എന്ന് ചില യഹൂദന്മാർ കള്ളം പറയുന്നുണ്ട്. ശക്തമായ കാവൽ കൂട്ടമുള്ളപ്പോൾ അത് ഒരിക്കലും സാധ്യമല്ല. മാത്രമല്ല, ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. കുറെ കൂടി ബെറ്ററായി ചിന്തിച്ചാൽ യഹൂദന്മാരും റോമക്കാരും വളരെ ശ്രദ്ധയോടെ യേശുവിൻ്റെ ശരീരത്തിനായി അന്വേഷണം നടത്തുമായിരുന്നു. യഹൂദന്മാർക്ക് യേശുവിൻ്റെ പുനരുത്ഥാനം നിശ്ചയിക്കേണ്ടതുണ്ടായിരുന്നു എങ്കിൽ അതിന് ഏറ്റവും പറ്റിയ മാർഗം കർത്താവിൻ്റെ ശരീരം കണ്ടുപിടിക്കുക എന്നതായിരുന്നു. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്ത് എന്നതിൻ്റെ രണ്ടാമത്തെ വലിയ തെളിവ് പുനരുത്ഥാനത്തിന് ശേഷം യേശു കർത്താവ് പലർക്കും പ്രത്യക്ഷനായി. ഒരേ സമയം തന്നെ 500-ലധികം സഹോദരന്മാർക്ക് യേശു പ്രത്യക്ഷനായി എന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അവരിൽ പലരും അന്ന് ആ ലേഖനം എഴുതുന്ന സമയത്ത് ജീവിച്ചിരുന്നു. ഇവരെല്ലാം കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളായിരുന്നു. മൂന്നാമത് നാം നോക്കുമ്പോൾ ഭയന്ന് വിറച്ചിരുന്ന ശിഷ്യന്മാർക്കുണ്ടായ പ്രകടമായ മാറ്റമാണ്. ഒരു സമയം അവർ ഓടിപ്പോയി ഒളിച്ചിരുന്നു, റോമക്കാരെ പേടിച്ച്. എന്നാൽ ഉയർപ്പിൻ്റെ ശക്തിയിലേക്ക് വന്നപ്പോൾ അവർ അടിമുടി മാറി, സന്തോഷത്താൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ടു. ശിഷ്യന്മാർ മാത്രമല്ല ഈ മാറ്റം പ്രകടമായത്, അവരിൽ മാത്രമല്ല മറ്റുള്ളവരിലും ഇത് പ്രകടമായിരുന്നു. ദമസ്കോസിലേക്കുള്ള യാത്രയിൽ അപ്പോസ്തലനായ പൗലോസ് ഉയർത്ത കർത്താവിനെ കണ്ടു. തൻ്റെ ജീവിതം സമ്പൂർണ്ണ മാറ്റത്തിന് വിധേയമായി തീർന്നു. മാത്രവുമല്ല, കോടിക്കണക്കിന് ആളുകൾ ചരിത്രത്തിലൂടെ ഈ ഉയർപ്പിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അർത്ഥം ക്രിസ്തു മരണത്തെ ജയിച്ചു എന്നുള്ളതാണ്.
മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലും ഹൃദയത്തിലും ക്രിസ്തു വസിക്കണം. അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാൽ ലോകാന്ത്യത്തോളം കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കണം. നാം ഓരോരുത്തരും പുതിയ സൃഷ്ടികളായി തീരണം. എന്നാൽ കർത്താവ് മരണത്തെ ജയിച്ചുയർത്തതുപോലെ ഒരു ദിവസം നാമും കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി ലഭിച്ചിട്ട് കാഹളം ധ്വനിക്കുമ്പോൾ ഉയർക്കപ്പെടും. ഈ ഉയർപ്പിൻ്റെ ശക്തി ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ നാം പ്രാപിക്കണം. യേശുക്രിസ്തു സകലത്തിന്മേലും സർവ അധികാരമുള്ളവനാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച യേശുവിന് നമ്മുടെ മേലും സമ്പൂർണ്ണ അധികാരം ഉണ്ടെങ്കിലും നാം അനുവദിക്കാതെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുവിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകുകയാണ് നാം ചെയ്യേണ്ടത്. ലോകത്തിലെ മഹാന്മാർക്ക് ലോക ജനതയിൽ മാത്രം സ്വാധീനമുള്ളപ്പോൾ യേശു കർത്താവിനാകട്ടെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സർവ്വാധികാരങ്ങളുമുണ്ട്. ചരിത്രത്തിന്മേൽ അധികാരമുള്ളവനായ ക്രിസ്തു ചരിത്രത്തെ രണ്ടായി വിഭജിച്ചു, AD എന്നും BC എന്നും. സർവാധികാരിയായ യേശു തൻ്റെ ചരിത്രം മരണം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, പുനരുത്ഥാനം കൊണ്ട് ആരംഭിക്കുകയാണ് ചെയ്തത്. ലോകത്തിലെ ഒരു ചരിത്രകാരനും കർത്താവിൻ്റെ ചരിത്രം എഴുതി പൂർത്തീകരിക്കുവാൻ സാധ്യമാക്കാതെ ചരിത്രപുരുഷനായ ക്രിസ്തു ചരിത്രത്തിലേക്ക് കടന്നു വന്നു. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തനിക്കായി കാത്തിരിക്കുന്ന ഭക്തന്മാരുടെ രക്ഷയ്ക്കായി ഇന്നും ഉയർത്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. ഈ യേശു കർത്താവിന് പാപത്തിന്മേലും പാപിയുടെ മേലും സർവ്വാധികാരവുമുണ്ട്. നാം നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ പാപങ്ങളെ അവൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമെങ്കിൽ കർത്താവ് നമുക്ക് കരുണ ലഭിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം യേശു മാത്രമാണെന്ന് നമുക്കറിയുവാനും കഴിയും. യേശുക്രിസ്തു ലോകത്തിലെ ഒരു ചോദ്യ വിഷയമല്ല. കർത്താവ് ലോകത്തിലെ സകല ചോദ്യങ്ങളുടെയും ഏക ഉത്തരമാണ്. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു, ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിൻ്റെ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിൽ വിശ്വസിക്കണം, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കണം, സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ജീവിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഉയർപ്പിൻ്റെ ശക്തി ലഭിച്ച കർത്താവിനോട് കൂടെ ഇരിപ്പാനും വാഴുവാനും വരം ലഭിക്കും. ദൈവം എല്ലാവരെയും ഇതിനായി ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ. ആമേൻ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.